മോദി സർക്കാരിന് ആർ.എസ്.എസ് നേതാവ് മോഹൻ ഭാഗവത്തിന്റെ നിർദ്ദേശം. മണിപ്പൂർ സംഘർഷത്തിന് അടിയന്തര പരിഹാരം തേടണമെന്ന് ആർ.എസ്.എസ് നാഗൂരിലെ സമ്മേളനത്തിൽ ആർ.എസ്.എസ് മേധാവി മോഹൻ ഭാഗവത് പുതുതായി അധികാരമേറ്റ മോദിക്ക് മുൻപാകെ ഈ നിർദ്ദേശമാണ് വെച്ചത്. ഒരു വർഷമായി മണിപ്പൂർ സമാധാനത്തിനായി കാക്കുന്നു. കഴിഞ്ഞ 10 വർഷം സമാധാനത്തോടെ കഴിഞ്ഞ സംസ്ഥാനത്ത് പൊടുന്നനെ തോക്ക് സംസ്കാരം വർദ്ധിച്ചിരിക്കുകയാണ്. മുൻഗണന കൊടുത്ത ആ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ഉള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസ്താവനയാണിത്. തെരഞ്ഞെടുപ്പ് സമവായം വേണം. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ജനങ്ങളുടെ മുറിവ് ഉണക്കണം. തെരഞ്ഞെടുപ്പിൽ ആർ.എസ്.എസിനെ അനാവശ്യമായി ചർച്ചകളിലേക്ക് വലിച്ചിഴച്ചു. പ്രതിപക്ഷത്തെ ശത്രുവായി കാണരുത്. അധികാരമേറ്റ സർക്കാരിന് ആർ.എസ്.എസിന്റെ നിർദ്ദേശമാണ് മോഹൻ ഭാഗവത് നൽകിയത്. തെരഞ്ഞെടുപ്പിന് മുൻപ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം തന്നെയാണ് ഇപ്പോൾ ആർ.എസ്.എസ് മേധാവി പറഞ്ഞതെന്ന് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. CPM-ന്റെ സീറ്റ് വേണ്ടെന്ന് വെച്ച് ഘടകകക്ഷികളുടെ ആവശ്യം നിറവേറ്റി. രാജ്യസഭാ സീറ്റിനു വേണ്ടി CPI-യും കേരള കോൺഗ്രസ് എമ്മും കടുംപിടുത്തം പിടിച്ചതിന് പിന്നാലെയാണ് വലിയ വിട്ടുവീഴ്ചയ്ക്ക് CPM തയ്യാറായത്. ഘടകകക്ഷികൾക്ക് അടിയറവ് പറഞ്ഞു എന്ന് വേണം കരുതാൻ. ഇരു പാർട്ടികളെയും തൃപ്തിപ്പെടുത്താൻ തങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതോ അർഹതപ്പെട്ടതുമായ സീറ്റ് ത്യാഗം ചെയ്ത് പ്രശ്ന പരിഹാരം ഉണ്ടാക്കുകയായിരുന്നു CPM. മുൻപ് ഉണ്ടാക്കിയ ധാരണപ്രകാരം സീറ്റ് ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് നൽകാമെന്ന് CPI സമ്മതിച്ചതായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ നിർദ്ദേശം CPI അംഗീകരിക്കാൻ തയ്യാറായില്ല. പോരാത്തതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയവും CPM-നെ ഭയപ്പെടുത്തുന്നു. ഇതുകൂടിയാണ് CPM വഴങ്ങാൻ തയ്യാറായത്. തെരഞ്ഞെടുപ്പ് ഫലം എതിരായത് വലിയ തിരിച്ചടിയായി. പാർട്ടിയിൽ അതൃപ്തി ഉണ്ടാക്കാനും നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുന്ന സൂചനകൾ വന്നു തുടങ്ങി. ഈ സാഹചര്യത്തിൽ ഘടകകക്ഷികളെ പിണക്കിയാൽ അത് കനത്ത തിരിച്ചടിയാകും എന്ന തിരിച്ചറിവാണ് ആകെയുള്ള 2 സീറ്റ് വീതിച്ചു കൊടുത്ത് CPM മത്സരിക്കാനായി കണ്ടുവച്ച സ്ഥാനാർത്ഥികൾ നിരാശരായി. ഇതോടെ ജോസ് കെ മാണി വിചാരിച്ചത് അത് നടത്തുകയും താൻ തന്നെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു. CPI-യുടെ സ്ഥാനാർത്ഥി PP സുധീറും ലീഗിൻ്റെ സ്ഥാനാർത്ഥി ഹാരിഷ് ബീരാനുമായി. അതൃപ്തിയിൽ സിനിമാ തിരക്ക് പറഞ്ഞു ഒഴിഞ്ഞ് സുരേഷ് ഗോപി സിനിമകൾ തീർന്ന ശേഷം ക്യാബിനറ്റ് പദവി എന്ന മോദിയും. കേരളത്തിൽ ആദ്യമായി താമര വിരിയിച്ച് അക്കൗണ്ട് തുറന്ന് തൃശ്ശൂരിൽ നിന്ന് വൻ വിജയം കരസ്ഥമാക്കിയ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം നൽകിയെങ്കിലും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ അതൃപ്തിയിൽ സിനിമയുണ്ടെന്നാണ് മറുപടി. എന്നാൽ സിനിമകൾ ഉള്ളത് താൻ തന്നെ ഒഴിവാക്കണമെന്നാണ് സുരേഷ് ഗോപിയുടെ ആവശ്യം. ആദ്യമായി ജയിച്ചു വന്ന സുരേഷ് ഗോപിക്ക് തുടക്കത്തിൽ തന്നെ ക്യാബിനറ്റ് പദവി എന്നത് അസാധ്യമാണെന്ന് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ കേന്ദ്ര നേതൃത്വം ഇത്തവണ കേരളത്തിന് 2 മന്ത്രിമാരെ നൽകിയിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ തുടർന്നുള്ള പെർഫോമൻസ് കണക്കിലെടുത്ത് പിന്നീട് ക്യാബിനറ്റ് പദവി നൽകാമെന്നാണ് നേതൃത്വം അറിയിച്ചതെന്നാണ് പറയുന്നത്. സുരേഷ് ഗോപിയുടെ കടുംപിടുത്തം ന്യായമല്ല എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം അനുകൂലികളും പറയുന്നത്. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി എന്ന പ്രചാരണം നടത്തിയത് മാധ്യമങ്ങളാണെന്ന് K. സുരേന്ദ്രനും പറയുന്നു. വിവിധ വിവാദങ്ങളും ഊഹാപോഹങ്ങളും ഉടെയും വാർത്തകൾ പുറത്തു വരുമ്പോൾ സുരേഷ് ഗോപി മലക്കം മറിഞ്ഞ് മന്ത്രിസ്ഥാനം ലഭിച്ചത് അഭിമാനമെന്നും മണ്ഡലത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും പറഞ്ഞ് മലക്കം മറിയുകയായിരുന്നു. എല്ലാ വിവാദങ്ങളും ഊഹാപോഹങ്ങൾക്കും മറുപടി നൽകിയാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലായതിൽ NSSന് അഭിമാനം, സന്തോഷമെന്ന് സുകുമാരൻ നായർ. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനത്തെത്തിയത് NSSന് അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. തൃശ്ശൂരിൽ നിന്ന് ജയിച്ചത് പിന്നാലെ സുരേഷ് ഗോപിയുടെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതായും അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. 2015 NSS ആസ്ഥാനത്ത് ബജറ്റ് യോഗം നടക്കുന്നതിനെത്തിയ സുരേഷ് ഗോപിയോട് സുകുമാരൻ നായർ അതൃപ്തി പ്രകടിപ്പിക്കുകയും ഇറക്കിവിടുകയും ചെയ്തത് വാർത്തയായതാണ്. പിന്നീട് 2019 സുരേഷ് ഗോപി വീണ്ടും NSS സ്ഥാനത്ത് എത്തുകയും സുകുമാരൻ നായരെ കണ്ട് അനുഗ്രഹം വാങ്ങുകയും ചെയ്തിരുന്നു.
ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻപും സുരേഷ് ഗോപി NSS സ്ഥാനത്ത് എത്തി സുകുമാരൻ നായരെ കണ്ടിരുന്നു. ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗ് രാജ്യസഭാ സ്ഥാനാർത്ഥി. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. തിരുവനന്തപുരത്ത് സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം IEML സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പ്രഖ്യാപനം നടത്തിയത്. ഇന്നലെ തന്നെ പത്രിക സമർപ്പിക്കുകയും ചെയ്തു. സുപ്രീം കോടതി അഭിഭാഷകനും KMCC നേതാവുമാണ് ഹാരിസ് ബീരാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ലീഗ് മൂന്നാമതൊരു സീറ്റ് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റുകളിൽ UDF ജയസാധ്യതയുള്ള സീറ്റ് നൽകാമെന്ന് കോൺഗ്രസ് സമ്മതിച്ചത്. അതാണ് ഇപ്പോൾ നടപ്പിലാക്കിയത്.